ഹലോ ഗൈസ്. അപ്പൊ ഞങ്ങള് വീഡിയോ കോളിലൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്നത് വാഗമണിലേക്കാണ്. വാഗമണിലേക്ക് വന്നു. ഞങ്ങള് കുറച്ചായി വാഗമണിലേക്ക് വരണമെന്ന് വിചാരിക്കുന്നത്. വരുമ്പോ ഒന്നല്ലേ മൂന്നാറായി പോവും, അല്ല അങ്ങനെ അങ്ങനെ പോവും. വാഗമണ് ഞങ്ങളുടെ ഫസ്റ്റത്തെ ട്രിപ്പാണ്. പക്ഷെ അത് അധികം ദിവസം ഇല്ല, ജസ്റ്റ് ഒരു ദിവസം. ഇപ്പൊ ഞങ്ങള് സമയം ഇപ്പൊ വൈകുന്നേരമായി. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് 4:30-ക്കൊക്കെയാണ് ചെക്ക് ഇൻ ചെയ്തത്. അവിടെയൊക്കെ പോയി വന്നപ്പോ ടൈമായി. അപ്പൊ ഇവിടുത്തെ റൂം ടൂർ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ റൂം കൂടി ഉണ്ട്, അതിന്റെ ടൂർ എടുത്തിട്ടുണ്ട്. ഞങ്ങള് അവിടെ സ്റ്റേ ചെയ്തില്ല, പക്ഷെ അത് എക്സൈറ്റിംഗ് റൂമാണ്. പിന്നെ ഞങ്ങളിപ്പോ ഒരു ഇവിടെ എന്തോ ഒരു ലേക്ക് മെഡോസ് ഉണ്ട്. അപ്പൊ അവിടെ ഒന്ന് പോയിട്ട് ഒന്ന് സൺസെറ്റ് കാണുമായിരിക്കും. അടുത്തടുത്ത് അവിടെയൊക്കെ കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് കാണട്ടെ. അപ്പൊ അവിടെ എത്തിയിട്ട് കാണിച്ചു. അപ്പൊ ഇവിടെ ആട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു എന്നറിയോ. ഈ ചെടിയും ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു സ്റ്റേ ആയിരുന്നു ഇവിടെ. ഇത് ഉണ്ടോ ഫ്രണ്ടിൽ തന്നെ കുറെ മീനുകൾ. ഈ വെള്ളം അവർ കെട്ടി നിർത്തുന്നതല്ല കേട്ടോ. കണ്ടില്ലേ, ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആ റൂം. ഇതാണ് കേവ് റൂം കേട്ടോ. അപ്പൊ ഞങ്ങക്ക് ജസ്റ്റ് കാണിച്ചു തന്നാണ്. നമുക്ക് വേണമെങ്കിൽ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഒന്ന് കാണിച്ചു തന്നായിരുന്നു, കാരണം അവിടെ അന്ന് ആളില്ലായിരുന്നു കേവ് റൂമിലേക്ക്. ഇതാണ് കയറി ചെല്ലുമ്പം ഇങ്ങനെ ഒരു ബെഡും പിന്നെ ഒരു ഡൈനിങ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, നമുക്ക് ഭയങ്കര ഒരു നിഗൂഢമായ ഒരു അന്തരീക്ഷം പോലെ തോന്നും. പിന്നെ ഇത് ഇങ്ങനെ കയറി ചെല്ലുമ്പോ ഇവിടെ ഒരു ബാത്റൂം, പിന്നെ കണ്ണാടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇഷ്ടത്തെക്കാട്ട് കൂടുതൽ ഒരു എന്തോ ഒരു പേടി പോലെ തോന്നിട്ടോ. ആരെല്ലാം അവിടെ? വെൽക്കം വെൽക്കം. അപ്പൊ ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ഞങ്ങൾ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി പിടിച്ച ഒരു സാധനമാണ്. കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. നല്ല ഒരു ജസ്റ്റ് ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടി. ഇപ്പൊ തന്നെ സമയം 4 മണിയായിട്ട് 4:30. ഇനി നാളെ ഉച്ച വരെ ടൈമുള്ളൂ. അപ്പൊ അതുവരെ സ്റ്റേ ചെയ്യാനുള്ള ഒരു നൈസ് ആയിട്ടുള്ള റൂമാണ്, നല്ല റൂമാണ്. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ഇതുണ്ട്, എന്താ ഇതിലെ ഇറങ്ങി പോവാണേ പുറത്തേക്ക്. ഇതല്ലേ ഞാൻ പോകുന്ന ഇതല്ലോ. ഇറങ്ങി പോക്കോ കുഞ്ചേ, കുഞ്ചൊന്ന് ഇറങ്ങി കാണിച്ചേ. എങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടുത്തെ വ്യൂ ഒക്കെ കാണാം. എന്നിട്ട് ഇങ്ങനെ ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. ഇതാ മീനുണ്ട്. ആൾക്കാർക്ക് ഇതിൽ കൂടെ വരാൻ പറ്റില്ലേ? അത് ക്ലോസ് ചെയ്യാം നമുക്ക് രാത്രിക്കൊക്കെ ക്ലോസ് ചെയ്തിട്ടോ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ റൂം. പിന്നെ ബാത്റൂം ഒക്കെ കാണിക്കട്ടെ. ബാത്റൂം വരുന്നത് സാധാരണ നല്ല ബാത്റൂമാണ്, കുഴപ്പമില്ല. നോർമൽ ഒരു ബാത്റൂം, ഒരു വാഷ് ബേസിൻ, ഹീറ്റർ ഒക്കെ ഉണ്ട്. പിന്നെ ഒരു ടേബിള്, ചെറിയൊരു പിന്നെ ഒരു ടേബിൾ ഉണ്ട്, ഒരു TV ഉണ്ട്. പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കണ്ടോ കുറേ മീനൊക്കെ കണ്ടോ, എത്ര മീനോ, ഫുള്ള് മീൻ. അത് ഒരു കൂട്ടം, ഒരു ലോഡ് മീനുകൾ. ഇതൊക്കെ പിടിച്ചിട്ട് ഒരു കറി വെച്ച് തരാവോ? മറ്റേ കൂട്ട് മീനൊക്കെ ഉണ്ട്. എന്താ അതിന് പറയാ? കാർപ്പോ. എന്താ പറയാ? കാർപ്പോ. ഈ മീനിന് എന്താ പറയാ ഗൈസ്? കാർപ്പോ. എന്താ ചുവന്ന ഇതൊക്കെ. അപ്പോൾ എന്താ നമ്മൾ ഇവിടെ ഈ റൂമിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇവിടെയാണ്, താഴെയാണ് നമ്മുടെ റൂം. ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇപ്പോൾ ബാക്കിയുള്ള റൂമിലൊക്കെ ഫുൾ ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞത്. ഫുള്ളായിട്ടുണ്ട്. ഇവിടെ നല്ല ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ചിത നടന്നു വരുന്നു, മന്ദം നടന്നു വരുന്നുണ്ട്. ഇതിന്റെ പേരാണ് വാഗ കോപ്പർ കാസ്റ്റിൽ. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പൊ നമ്മള് ലേക്കിലേക്ക് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്, പക്ഷെ അവിടെ ക്ലോസ്ഡ് ആണെന്നാണ് കാണിക്കുന്നത്. എന്തായാലും പോയി നോക്കാം, ഇല്ലെങ്കിൽ മെഡോസിലേക്കും പോവാം. പക്ഷെ മെഡോസും നമ്മൾ എത്തുമ്പോ ക്ലോസ് ആക്കുന്ന കാണിച്ചിരിക്കുന്നേ. അപ്പൊ നമ്മൾ എന്തിനു വന്നത് അവിടെ വാഗമണിലേക്ക്? ഇതെല്ലാം ക്ലോസ് ചെയ്യാനാണെങ്കിൽ സമയം. മെഡോസില് സൺസെറ്റ് കഴിഞ്ഞിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. സൺസെറ്റ് ആണ് അവിടെ മെയിൻ ആണ്. അപ്പൊ സൺസെറ്റ് ഒക്കെ ഒരു 6:30 ആവില്ലേ? ഇപ്പൊ സമയം 5:45 പക്ഷെ ക്ലോസ്ഡ് എന്നാണ് കാണിക്കുന്നത്. മെഡോസിലേക്ക് പോണോന്നാ? മെഡോസിൽ പോയി നോക്കാം, അല്ലെങ്കിൽ ലേക്ക് കുഴപ്പമില്ല. മെഡോസിൽ പോയി നോക്കാം നമുക്ക്. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. തമിഴ്നാട്ടിൽ നിന്നൊക്കെയാന്ന് തോന്നുന്നു. കണ്ടോ അവിടെയൊക്കെ റോഡ് ഭയങ്കര മോശാട്ടോ. ഞങ്ങള് ലേക്കും പിന്നെ മെഡോസും ഒന്നും നടന്നില്ല. നാളെ രാവിലേക്ക് തങ്ങൾപ്പാറ എന്ന് പറഞ്ഞിട്ട് വരുന്ന വഴിക്ക് ഒരു ബോർഡ് കണ്ടു. അപ്പൊ അങ്ങോട്ട് കേറാന്ന് വിചാരിച്ചു. അപ്പൊ അതിട്ടപ്പോ ക്ലോസ് ചെയ്ത്. അയ്യോ,
വണ്ടിയൊക്കെ കൂടി ഒരുമാതിരി എവിടെ ഓഫ് റോഡ് ചെയ്ത അതെ. അവസ്ഥയാകും എന്തായാലും. ആണ് ഓഫ് റോഡ്, നല്ല റോഡ് ഓഫ് റോഡ് പോലെ ഉണ്ട്. തങ്ങൾപ്പാറ ഒന്നുമില്ല. ഒരു 4:30 ആയപ്പോ തന്നെ ക്ലോസ് ചെയ്ത് പോയി. ഒരു കുന്തമില്ല. അപ്പൊ ഞങ്ങൾ വെറുതെ ഇവിടെ വന്ന് ഓഫ് റോഡ് കയറി വന്ന്, ഓഫ് റോഡല്ല അലമ്പ് റോഡ് കേട്ടാ, അലമ്പ് റോഡ് കയറി വന്ന് പണിയായിട്ട് വെറുതെ പോസ്റ്റ് അടിച്ച് തിരിച്ചു പോകും. പിന്നെ ഞങ്ങൾ അവിടെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതാ മെഡോസിലേക്ക് വന്നു. അവിടെയും ക്ലോസ് ആയിരുന്നു കേട്ടോ. ഇവിടെ തിരക്കുണ്ട്. കാലിക്കറ്റ് റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. കാലിക്കറ്റ് അല്ലേ ഞങ്ങള് കാലിക്കറ്റ് ഹോട്ടലിൽ വന്നിട്ട് ഫ്രൈഡ് റൈസ് കഴിക്കുകയാണ്. വാഗമൺ കാലിക്കറ്റ് ഹോട്ടലിൽ ഫ്രൈഡ് റൈസ് മാത്രമേ കഴിക്കുന്നുള്ളൂ. ഇവിടെ എന്താണ് പള്ളിപ്പെരുന്നാള്. ഫുള്ള് നൈറ്റ് വ്യൂ എങ്ങനെയാണ്, നമുക്ക് അതിലേ പോയാലോ? ഇങ്ങനെ പോവാ. ഇവിടെയൊക്കെ ഫുള്ള് നനച്ച് ഇതാക്കി ഇട്ടേക്കോ. നോക്കാം. നന്നായിട്ടുണ്ട്. ഇതാ മീന്